ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇത് മലയാറ്റൂരിൻ്റെ പ്രാന്തപ്രദേശമാണ്. വളരെ മനോഹരമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ എന്ന് പറയുന്നത്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒത്തിരി അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു സ്ഥലമാണ്, ഒരു മലയാണ് മലയാറ്റൂർ. എല്ലാവർക്കും തന്നെ അറിയാം. എനിക്കിത് കേരളത്തിന് പുറത്തുള്ള ആളുകൾ വരെ ഇവിടെ വന്ന് തീർത്ഥാടനം നടത്തി മടങ്ങിപ്പോകാറുണ്ട്. ഒരു ക്രിസ്തീയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് വളരെ മനോഹരമായിട്ടാണ് അതിനെ സംരക്ഷിച്ചു പോരുന്നത്. പഞ്ചായത്തും സഭയും എല്ലാം കൂടി ചേർന്ന് വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചു പോരുന്ന ഒരു തീർത്ഥാടന സ്ഥലമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, ഇവിടെ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ സ്മരണ പുതുക്കാനായിട്ട് കുരിശുമായി കിലോമീറ്ററുകൾ നടന്ന് വളരെ ബന്ധപ്പെട്ട് വരുന്ന കാഴ്ച ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ വളരെ മനോഹരമായ ആളുകൾ അത് ആസ്വദിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഓർക്കുകയും ചെയ്യുന്ന വളരെ മനോഹരപ്പെട്ട സമയങ്ങളാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്നാണ്. യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത് അവസാനമായിട്ട് താൻ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു വാക്കാണ്. ആ വാക്കിതാണ്: സകലതും നിവൃത്തിയായി. ടെറ്റലസ്റ്റായി എന്നാണ് അത് ഗ്രീക്ക് വാക്ക്. ടെറ്റലസ്റ്റായി എന്നാണ്. സകലതും നിവൃത്തിയായി എന്ന് പറയുന്നുണ്ട്. ഫിനിഷ്ഡ് ഓൾ തിങ്സ്. അതായത് മനുഷ്യ പാപത്തിന് പരിഹാരം വരേണ്ടുന്ന സകല പ്രക്രിയകളും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചു എന്നുള്ളതായൊരു മഹത്തായ കാര്യമാണ് അവിടെ ഉത്ബോധിപ്പിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ ചിന്ത രൂപീകൃതമാകുന്നത്, ക്രൈസ്തവ മാർഗം രൂപീകൃതമാകുന്നത്. വിശുദ്ധ ബൈബിളിന് അപ്പുറത്ത് ഒരു പുസ്തകങ്ങളോ ഒരു ചിന്താധാരകളോ ഒരു പാരമ്പര്യങ്ങളോ അതിന് ആധാരമല്ല. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ ആണെങ്കിൽ സഭയുടെ ആധാര ഗ്രന്ഥവും വിശുദ്ധ ബൈബിളാണ്. ബൈബിളിന് അപ്പുറം ഇപ്പുറം ഒന്നും ഇല്ലെന്നാണ് ഒരു പ്രൊട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞ ബന്ധക്കോസ്ത അനുഭവമുള്ള എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ അനേക കോടിക്കണക്കിന് ആളുകൾ, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ വളരെ ശക്തമായി ഈ വിഷയത്തിൽ അവർ ആ അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട സാരാംശം പറഞ്ഞ് വേഗത്തിൽ നിർത്താം. ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് സകല പാപത്തിനും പരിഹാരം വരുത്തി പൂർണ്ണത വരുത്തിയിരിക്കുകയാണ്. കാൽവറി കുലമരത്തിൽ യേശു ക്രിസ്തു മരിച്ച സമയത്ത് സംഭവിച്ച ഏറ്റവും വലിയ പ്രൊഫിസി ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് സകല മാനവരാശിയുടെയും പാപത്തിന് യേശു കാൽവറി ക്രൂശിൽ അതിന് പരിഹാരം വരുത്തി എന്നുള്ളതാണ്. നിവൃത്തിയായി എന്നൊരു വാക്ക് അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇനി മനുഷ്യൻ എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യണോ? കർമ്മമായിട്ട് എന്തെങ്കിലും ചെയ്യണോ? ക്രൂശ് ചുമന്നുകൊണ്ട് പോകണോ? അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കണോ? അല്ലെങ്കിൽ എന്തെങ്കിലും അവനവന് ചെയ്യാൻ പാകത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് അത് പൂർത്തീകരണത്തിലെത്തുവാൻ കഴിയുമോ എന്നൊരു പ്രശ്നം, ഒരു ചോദ്യം മുൻപിൽ നിൽക്കുകയാണ്. ബൈബിൾ അതിന് വ്യക്തമായിട്ട് മറുപടി വന്നുണ്ട്. മാനുഷികമായ ഒരു പ്രവർത്തനവും ഇനി അതിനായിട്ട് വേണ്ട. ഒറ്റ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മാത്രം മതി. ഒൺലി യു ബിലീവ് ഇൻ ഗോഡ്. എന്താണ് വിശ്വസിക്കേണ്ടത്? വിശ്വസിച്ചത് മാത്രമേ ഉള്ളൂ. യേശു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. അത് എനിക്കും കൂടെ വേണ്ടിയാണ് മരിച്ചത്. ആ കാൽവറി ക്രൂശിൽ മരിച്ച സമയത്ത് യേശു അതിന് പരിഹാരം വരുത്തി എന്ന് ചിന്തിക്കാൻ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ, വിശ്വസിക്കുന്ന മനുഷ്യന് കഴിയുമെങ്കിൽ, യേശു അവിടെ ചെയ്ത പ്രവൃത്തി ഇപ്പോൾ ഈ വിശ്വസിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുകയാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു പൂർണ്ണത വരുത്തി. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒത്തിരി ആശയങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വചനങ്ങൾ പറഞ്ഞ് ഇത് ഒരു ബൃഹത്തായ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡായ കാര്യമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളുള്ളൂ. നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന സകല പാപങ്ങൾക്കും പരിഹാരം യേശു വരുത്തി. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് അത് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഒരുവിനെ സംബന്ധിച്ച് അവൻ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരികയാണ്. വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരുന്ന അവൻ നിശ്ചയമായും ദൈവത്തിൻ്റെ മകളായി തീരുന്നു. അതോടെ ആ ബോൺ അഗെയിൻ എന്നുള്ള ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്
ഈ യേശുവിനെ അറിയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ഞാൻ പറയുന്നു. ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് വചനാടിസ്ഥാനത്തിലാണ്, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റൊരു ഗ്രന്ഥമോ തത്വസംഹിതയോ ഫിലോസഫി ചിന്തകളോ ഒന്നും ഞാൻ ആധാരമായിട്ട് എടുക്കുന്നില്ല. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ജീവൻ നൽകാൻ, അല്ലെങ്കിൽ പ്രകാശം നൽകാൻ, അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ ആയതുകൊണ്ട് ബൈബിള് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതിയാവും. ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്, മനുഷ്യരെല്ലാം പാവികളാണ്. മനുഷ്യരുടെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ളൊരു വാക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നിത്യത എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് ബൈബിളിൽ നമുക്ക് വരച്ച് കാട്ടിയിരിക്കുന്നത്. നിത്യത, എൻറ്റേണിറ്റി എന്നാണ്. എൻറ്റേണിറ്റി, നിത്യത. ആ നിത്യത എങ്ങനെയാണ് ലഭ്യമാകുന്നത്? കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. സിമ്പിളല്ലേ? വഴി സത്യം. ഇത് സത്യത്തിൽ ചിലർക്ക് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ബന്ധക്കോസ്തിലേക്ക് ചേർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കത്തോലിക്ക് ചേർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗങ്ങൾ മറ്റൊരു മതം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ഒത്തിരി പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതൊന്നും അങ്ങനെയൊന്നും അല്ല. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യന് ആത്മാവുണ്ട്. അവൻ്റെ ആത്മാവിനൊരു മരണമില്ല. അവൻ്റെ ആത്മാവ് നിത്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരുവനെ സംബന്ധിച്ച് അവൻ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അവന് സാധ്യമായിരിക്കുകയാണ്. അല്ലാത്തവനെ സംബന്ധിച്ച് നിശ്ചയമായും അവൻ പിശാചിനു വേണ്ടി ഒരുക്കിയ നരകത്തിലേക്കാണ് പോകുന്നത്. നരകത്തിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് രക്ഷപ്പെടുണ്ടെന്നുള്ള സത്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടുന്ന സകല വിഷയങ്ങളും കർത്താവ് ക്രൂശിൽ നിർവഹിച്ചു എന്നുള്ളതും. രണ്ട്, വിശ്വസിക്കുന്ന ഏതൊരുവനും അത് അവൻ്റെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതുമായ രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ മാത്രമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. യേശു നിങ്ങളെ സ്നേഹിക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാമ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ വിഷയത്തിനെല്ലാം പരിഹാരം വരുത്തുന്നവൻ നമ്മുടെ കർത്താവ്. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഐ വിറ്റ്നസ് ഷോവിങ് ദ ലൈറ്റ് എന്നൊരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുന്നത്. ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അത് ദിക്സാക്ഷി എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദർശിച്ച, കർത്താവ് യേശു ക്രിസ്തു അനുഭവിക്കുന്ന ഒരു വട്ടം ആളുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.